എല്ലാവർക്കും LP UP എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ അടുത്ത ഭാഗത്തിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഓടിപ്പോയി കേട്ടോ, ആ സബ്സ്ക്രൈബ് ഒന്ന് നെക്കിയിട്ട് ഇങ്ങോട്ട് പോരെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തിലെ ആദ്യ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? ഓപ്ഷൻ സി ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2010 ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പരിപൂർണ നിരോധനം വന്നത് 2019 നവംബർ 10 പരിപൂർണ നിയന്ത്രണം വന്നത്. ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. നിലവിൽ ഇന്ത്യയെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രണ്ണമുണ്ട്? നിലവിൽ ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം സച്ചിൻ തെണ്ടുൽക്കർ. നമ്മുടെ ഓപ്ഷൻ സച്ചിൻ തെണ്ടുൽക്കറാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. എന്നറിയപ്പെടുന്നത് അമരാവതിയാണ്. എവിടെയാണ്? അമരാവതിയാണ്. ഓക്കെ, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഓക്കെ, ഹ്യൂബേ പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സന്ന മെരീനാണ്. അവരുടെ സ്മാരകമാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്. ആരുടെ സ്മരണക്കാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഓപ്ഷൻ സി ആനന്ദിനാണ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാനാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കേണ്ട ഇന്ത്യൻ പദ്ധതിയുടെ പേര്. താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി കുമ്മൻ രാജശേഖരാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 15 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്താണ്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2019 നവംബർ 3 16ാമത് ഇന്ത്യ ഏഷ്യൻ ഉച്ചകോടി നടന്നത് ഏത് നഗരത്തിൽ വെച്ചിട്ടായിരുന്നു? ബാങ്കോക്കിൽ വെച്ചിട്ടായിരുന്നു. പോകുന്ന ദേശീയപാത 3 കേരളത്തിലുള്ള കൊല്ലം കോട്ടപ്പുറം. 19 കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വന്നത്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്നു? 2020 UN അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. പങ്കിടാത്ത രാജ്യം നമ്മൾ വേഗം ഓടിപ്പോയിട്ട് നോക്കരുത്. ഇന്ത്യയുമായിട്ട് പങ്കിടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശ്രീലങ്കയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 22 താഴെ പറയുന്നവരിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ യമുനയാണ് ആൻസർ. ഓക്കെ, ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഓക്കെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപം ഡെൽറ്റ ഭൂരൂപമാണ്. വൈക്കം സത്യാഗ്രഹമായിരുന്നു നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടന്ന സമരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? മേൽമുണ്ട് സമരം,
മേൽമുണ്ട് കലാപം, SNDP, സർവമാതാ സമ്മേളനം, അരുവിപ്പിറ. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്, മേൽമുണ്ട് സമരമാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത്. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം എന്ത്? വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. 2005 നിലവിൽ വന്നു 30 ദിവസത്തിനുള്ളിൽ മറുപടി തരണം. 10 രൂപ കോഡ് ഫീ അടക്കണം. ഇവയൊന്നുമല്ല എന്നാണ് നമ്മുടെ ആൻസർ. ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ 30ൻ്റെ. ഓക്കെ, 31, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടൺ എന്നാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഗെസ്റ്റാപ്പോ ആണ് ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസിൻ്റെ പേര്. ഓക്കെ, ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്. 2 അർദ്ധഗോളങ്ങളിലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്നത് വിഷുവം എന്നാണ്. എന്താണ്? വിഷുവം എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏതാണ്? അന്തരീക്ഷ മർദ്ദം നോക്കുന്നത്? 35ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി, മില്ലി ബാർ ആണ്. എന്താണ്? മില്ലി ബാർ ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഫോനാണ്. ഫോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏജൻസി ICDS ആണടാ. ICDS ആണ് 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഏജൻസി. GST നിലവിൽ വന്നത്, ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഓക്കെ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം മോഹൻജദാരോ. 39, മോഹൻജദാരോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്നത് ഭൂവൽക്കമാണടാ. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു ഏത്? സിലിക്ക, സിൽവർ, മൈക്ക, മെർക്കുറി. മൈക്കയാണല്ലോ നമ്മുടെ ആൻസർ. 41ാമത്തെ ആൻസർ മൈക്കയാണ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാർബൺ മോണോക്സൈഡും നൈട്രജനും തമ്മിൽ ചേരുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന പേരിൽ. മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയെന്നാണ്? മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 5.6 ആണ്. 5.6 ആണ്. ഓക്കെ, 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ഏതാണ്? കാൽസ്യം ബൈകാർബണേറ്റ് ആണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എൻഡോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പി, അൾട്രാസൗണ്ട്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ പറയുന്നവരിൽ ഏറ്റവും നല്ല താപചാലകത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ സിൽവർ ആണ്. ഏറ്റവും നല്ല താപചാലകത്തിന് ഉദാഹരണം. AC DC ആക്കി മാറ്റുന്നത് റെക്ടിഫയർ ആണ്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം, മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്തത് ഇരുമ്പാണ്. 48ൻ്റെ ആൻസർ ഇരുമ്പാണ്. ഓക്കെ, അടുത്തത്, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ്. ഓപ്ഷൻ 49ൻ്റെ ആൻസർ ബി ആണ്, വനേഡിയം പെൻറ്റോക്സൈഡ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ബാറാണ്, ടോറാണ്, പാസ്കലാണ്. വെബർ അല്ല. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് വെബർ അല്ല. ഓക്കെ, ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24ൻ്റെ പ്രത്യേകത എന്ത്? ആരോഗ്യ ദിനവുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വനജയുടെ കാലിൽ ക്ഷയം, വന ദിനം, ജലദിനം, അങ്ങനെ വന്നിട്ട് ആ ഒരു സീരീസ് ഓഫ് ദിനങ്ങളുണ്ട്. അതിൽ 24 വരുന്നത് ലോക ക്ഷയരോഗ ദിനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇരവിക്കുളം പാർക്കിൻ്റെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978. സർപ്പഗന്ധിയിൽ നിന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, അടുത്തത്, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്.
നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ 2 അറകളാണുള്ളത്. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് ടിലോഫേസ്. ഏതാണ് ടിലോഫേസ്? ഓക്കെ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തതിൽ പടവലത്തിൻ്റെ സങ്കര ഇനം കൗമുദിയാണ്. ഏതാണ്? കൗമുദിയാണ് പടവലത്തിൻ്റെ സങ്കര ഇനം. DTP അഥവാ ട്രിപ്പിൻ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗമാണ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ ആണ് 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇൻഫ്ലുവൻസ. കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ആണ്. പോൾ എർലിക്. ജീവകം ഇയുടെ രാസനാമമാണ് ടോക്കോഫെറ. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടാത്തത് വ്യക്തിയിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങൾ എന്താണ്? വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ്. അടുത്ത് നോക്കാം. 82. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി എന്താണ്? സാമൂഹിക ബന്ധം പരിശോധിക്കൽ. സാമൂഹിക ബന്ധ പരിശോധനകൾ അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്കാണ് ഇതിൽപ്പെടാത്തത്. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 83ാമത്തെ ക്വസ്റ്റ്യൻ. വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതിയാണ് ഏത്? രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് രീതി? പ്രതിക്രിയാധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഉൾപ്പെടാത്തത്? പരിണിത രൂപങ്ങൾ എന്തില്ല ഉൾപ്പെടില്ല? കണ്ടന്റുകളിൽ ഉൾപ്പെടില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദേശരഹിത കൗൺസിലിംഗ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 85ാമത്തത് ഓപ്ഷൻ ബി കാൾ റോജേഴ്സ് ആണ്. എന്തിനെ? നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെ പ്രയോക്താവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. റോൾ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠന രീതി. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ട സിദ്ധാന്തമനുസരിച്ച് സചേതന ചിന്ത അല്ലെങ്കിൽ അനിമിസം, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? ഏത് സവിശേഷതയാണ്? ഓപ്ഷൻ ബി വ്യാപാരഘട്ടത്തിന് അല്ലെങ്കിൽ വ്യാപാരഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ സവിശേഷതകളാണ് അത്. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 88ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി സമഗ്രതാവാദമാണ്. ഏതാണ്? സമഗ്രതാവാദം. ഇഡിപ്പസ് കോമ്പസ്, ഇലക്ട്രോകോമ്പസ് ഏത് മനോലൈംഗിക സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് പ്രകടിപ്പിക്കുന്നത്? ഓറൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, എനൽ സ്റ്റേജ്, ജെനറ്റൽ സ്റ്റേജ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഫാലിക് സ്റ്റേജിലാണ്. ലഫ് ആണ് അവിടെ കിടക്കുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 90ാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് സർഗാത്മകത അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയ ഏതാ? റിയാക്ടിവിറ്റിയെ ഡൈവേർജൻറ്റ് തിങ്കിങ് അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 91ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹ്യ സൂക്ഷ്മദർശിനി, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയെയാണ്? ഏത് മനഃശാസ്ത്ര രീതിയാണടാ? കേസ് സ്റ്റഡിയെയാണ്. നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരെയാണ്? റോബർട്ട് ഹാർവി ഗസ്റ്റ് ആണ്. പ്രശ്നപരിഹാരണ രീതി, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഘടകങ്ങളുടെ ശരിയായ ക്രമങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായ ക്രമം എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായ ക്രമം? ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് ഏതാ വരിക? പഠന പ്രശ്നം ഏറ്റെടുക്കൽ. രണ്ടാമത്തത് വരുന്നത് ഹൈപ്പോത്തിസ. മൂന്നാമത് വരുന്നത് ദത്തങ്ങൾ ശേഖരിക്കൽ. നാലാമത് നിഗമനത്തിലോട്ടെത്തൽ. ഇതാണ് നമ്മുടെ പ്രശ്നപരിഹാരണ രീതിയുടെ കറക്റ്റ് ഓർഡർ. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ഹൈറാർക്കി അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായി ആവശ്യം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള
ആവശ്യം. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറ്റൊരു വശത്ത് മാംഗോ എന്നും എഴുതി ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഏതാണ്? അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ കണ്ടീഷനിങ് തിയറിയാണ്. ഇമോഷണൽ കോഷന്റ് എന്ന ആശയം അവതരിപ്പിച്ചത് ആര് എന്നാണ്? ആരാണ് അവതരിപ്പിച്ചത്? ഡാനിയൽ ഗോൾമാൻ. ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ കോഷന്റ് എന്ന ആശയത്തെ അവതരിപ്പിച്ചത്. അടുത്തത് നോക്കാം. കുട്ടികൾ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? ആരുടെ കാഴ്ചപ്പാടാണിത്? ഓപ്ഷൻ സി വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടാണ്. ആരുടെയാണ്? വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടാണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? പ്രായോഗിക ആപേക്ഷികത്വം ഉള്ള ഘട്ടത്തിലാണ്. ആപേക്ഷികത്വം ഉള്ള ഘട്ടം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ എന്ന ഘട്ടത്തിലാണ് ആരുള്ളത്? ഇത്തരം ആളുകളുള്ളത്. ആദ്യ ബാല്യ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിൻ്റെ ഡെവലപ്മെൻറ്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഉൾപ്പെടാത്തത്? വിസർജന പ്രക്രിയകളെ ആദ്യ ബാല്യ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റിൻ്റെ ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കലാണ് ഇത് ഉൾപ്പെടാത്തത്. നമ്മൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക എന്നത് ആദ്യ ഏർലി ചൈൽഡ്ഹുഡിലെ ഡെവലപ്മെൻ്റൽ ടാസ്കിൽ ഉൾപ്പെട്ടത് എല്ലാം. ഓക്കെ, അടുത്ത് നോക്കാം. ക്രിയാ ഗവേഷണത്തിൻ്റെ അല്ലെ ആക്ഷൻ റിസർച്ചിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കൊറേ. അതാണ് സ്റ്റീഫൻ എം കൊറേ. അപ്പോൾ നമ്മൾ ഇന്ന് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തത്. LP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഏരിയ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എല്ലാ മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും സൈക്കോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അപ്പോൾ ഇതിൻ്റെ ഒരു ടോൺ മനസ്സിലാക്കിയാണ് നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കമ്പയർ ചെയ്തിട്ട് ആ ഏരിയ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് നാളെ മറ്റന്നാളുമായിട്ട് കാണാം. അതുവരേക്കും നിങ്ങൾ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കണ്ടിട്ട് ഒരു കൃത്യമായ നോട്ടൊക്കെ ഉണ്ടാക്കി കിടിലായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാമെന്നും കൂടെ പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.